കുടുംബത്തിലെ അത്താണികൾ മരിക്കുക. ശരിക്കും പറഞ്ഞാൽ വേദന ഉളവാക്കുന്ന ഒരു വാർത്ത. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് തന്നെ നമുക്ക് പറയാം. എലപ്പുള്ളിയിലാണ് ഈ സംഭവം. അച്ഛൻ്റെയും മകൻ്റെയും അപ്രതീക്ഷിത ഒരു വേർപാട്. നെല്ലിക്കാട് പോണയംപാടത്തെ ഒന്നാകെ കണ്ണീരിലാഴ്ത്തിയ ഒരു സംഭവം. ഇന്നലെ അപകട വിവരം അറിഞ്ഞതു മുതൽ നാട്ടുകാർ ഇവരുടെ വീട്ടിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. അച്ഛൻ്റെയും മകൻ്റെയും മരണവിവരം അറിഞ്ഞ് നാട്ടുകാർ ഇവരുടെ വീട്ടിലേക്ക് എത്തിയപ്പോൾ തന്നെ അവിടെ ആകത്തെ അവസ്ഥ മുഴുവൻ മാറി തെറ്റിത്തുടങ്ങി. കൃഷ്ണകുമാറിന്റെ മരണം സ്ഥിരീകരിച്ചതോടെ ആരവിന്റെ ജീവന് വേണ്ടി പ്രാർത്ഥനയിലായിരുന്നു കുടുംബം. നാട്ടുകാരും അങ്ങനെ തന്നെയായിരുന്നു കൂടെ നിന്നായിരുന്നത്. ബന്ധുക്കളും നാട്ടുകാരും ഒരുപോലെ നിൽക്കുന്നത് കാണുമ്പോൾ തന്നെ ഇവർ നാട്ടുകാർക്കും ബന്ധുക്കൾക്കും എല്ലാവർക്കും എങ്ങനെ പ്രിയപ്പെട്ടവരായിരുന്നുവെന്ന് മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. രാത്രി നാടിനെ വേദനയിലാക്കി ആരവും മരണപ്പെടുകയായിരുന്നു. സരികയെയും അമലിനെയും ആശ്വസിപ്പിക്കാനാകാതെ ബന്ധുക്കളും നാട്ടുകാരും പ്രയാസത്തിലായി. നാടിൻ്റെയും സ്കൂളിൻ്റെയും പ്രിയപ്പെട്ടവനായിരുന്നു ആരവ്. പഠനത്തിലും പാഠ്യേതര വിഷയങ്ങളിലും മിടുക്കനായിരുന്നു ആരവ്. സ്കൂളിലെ സഹപാഠികളും അധ്യാപകരും വിവരമറിഞ്ഞതു മുതൽ അവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആരവിനെ അവസാന നോക്ക് കാണാനായി എത്തിയവരെല്ലാവരും കണ്ണീർ പൊഴിച്ചു. ആരവിൻ്റെ മുഖം കണ്ട് വെറുതെ മടങ്ങാൻ ആർക്കും ആകുന്നില്ല. വളരെ ബോൾഡായി നിന്ന കുട്ടികൾ പോലും, അല്ലെങ്കിൽ ആരവിൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് പോലും സഹിച്ചു നിൽക്കാനാകില്ല. പൊട്ടി പൊട്ടി കരയുകയായിരുന്നു. അതുവരെ ആരവിനെ കാണാതെ ബുദ്ധിമുട്ടേറിയ വിദ്യാർത്ഥികളെല്ലാം അവിടെ എത്തിയപ്പോൾ സങ്കടം സഹിക്കാൻ വയ്യാതെ നിൽക്കുന്നത് നമുക്കെല്ലാവർക്കും കാണാൻ സാധിക്കുന്നുണ്ട്. സ്കൂട്ടർ കാറിലിടിച്ച് റോഡിലേക്ക് വീണ അച്ഛനും മകനും. മറ്റൊരു കാറിടിച്ച് മരിക്കുകയായിരുന്നു സംഭവം. പാറപ്പേട്ടയിൽ കാറിലിടിച്ച് സ്കൂട്ടറിൽ നിന്നും റോഡിലേക്ക് തെറിച്ചു വീണ അച്ഛനും മകനും പിന്നാലെ എത്തിയ മറ്റൊരു കാറിടിച്ചാണ് മരിച്ചത്. അപകടത്തിന് ശേഷം ഈ കാർ നിയന്ത്രണം തെറ്റി തൊട്ടപ്പുറത്തുണ്ടായിരുന്ന മിനി വാനിലേക്ക് ഇടിച്ചു കയറി. കാറിലെ യാത്രക്കാർക്കും നേരിയ പരിക്കേറ്റു. മങ്കര കല്ലൂർ നെല്ലിക്കാട് പോണയംപാട് കൃഷ്ണകുമാറും മകൻ ആരവ് കൃഷ്ണനും എന്നാണ് മരിച്ചത്. കൃഷ്ണകുമാറിന് 42 വയസ്സും ആരവ് കൃഷ്ണയ്ക്ക് 13 വയസ്സുമാണ്. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷം 3 പാലക്കാട് പൊള്ളാച്ചി സംസ്ഥാന പാതയിൽ പേട്ടയിലാണ് അപകടമുണ്ടായത്. ഓടിക്കൂടിയ യാത്രക്കാരും വ്യാപാരികളും ചേർന്ന് കൃഷ്ണകുമാറിനെ ഉടൻ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചു. തലയ്ക്കും ഇടുപ്പിനും ഗുരുതര പരിക്കേറ്റ ആരവ് കൃഷ്ണയെ തൃശൂരിലെ സ്വകാര്യ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്കും എത്തിച്ചു. രാത്രി 8 മരിച്ചത്. എലപ്പുള്ളി പാറയിലുള്ള ഭാര്യ വീട്ടിൽ നിന്നും മങ്കരയിലേക്ക് മടങ്ങുകയായിരുന്നു കൃഷ്ണകുമാറും ആരവും. ഇവർ സഞ്ചരിച്ചിരുന്ന സ്കൂട്ടർ എതിർവശത്ത് വന്ന കാറിൽ ഇടിക്കുകയായിരുന്നു. കാറിന്റെ പിൻചക്രത്തിലിടിച്ച് റോഡിലേക്ക് തെറിച്ചു വീഴുകയായിരുന്നു. ഈ സമയം തൊട്ട് പിന്നിൽ വരുന്ന കാർ ഇവരുടെയും ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയും നിയന്ത്രണം തെറ്റി റോഡിന്റെ വലതുവശത്തേക്ക് നിർത്തിയിട്ടിരുന്ന വാനിന്റെ പിന്നിലേക്ക് ഇടിക്കുകയുമായിരുന്നു. ഈ കാർ ഓടിച്ച യുവതിക്കും ഭർത്താവിന് 2 മക്കൾക്കും നിസ്സാര പരിക്കേറ്റു. കാറിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു. കൃഷ്ണകുമാർ മങ്കരയിൽ നിർമ്മാണ തൊഴിലാളികളാണ്. പറളി സ്കൂളിൽ 8ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് ആരവ് കൃഷ്ണ. പേട്ടയിൽ നിന്നും സമീപത്തെ സ്കൂളിലേക്ക് തിരിയുന്ന വളവിലായിരുന്നു അപകടം. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.